ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതാണ് നമ്മൾ എന്റെ രസം എന്ത് തോന്നുന്നു. നമുക്ക് കൃഷിയിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയത് 5-ാം തീയതിയാണ് കേട്ടോ. ഇപ്പൊ നമ്മളെ 3 ദിവസമായി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പേക്ക് നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ബലൂൺ പൊട്ടിച്ച് ആഘോഷിക്കുമാണ്. വൈകി വാനിയ വാ വാ. പച്ചക്കറിക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാണ്. വില കൊടുത്ത് മേടിച്ചാലോ നല്ല തൊട്ട് കിട്ടാനില്ലതാണ്. അതുകൊണ്ട് തന്നെ പല വീട്ടമ്മമാരും തന്റെ വീടിന്റെ ഒരു ചെറിയ ഭാഗം പച്ചക്കറി കൃഷിക്ക് മാറ്റിവെക്കുന്നവരാണ്. അതെ, അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ ഒരു ചെറിയ ഭാഗം പച്ചക്കറി കൃഷിക്കായി മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ന്യൂസിലാൻഡിൽ വന്നിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. അതുവരെ ഞങ്ങൾ ചെയ്ത പച്ചക്കറിയാണ് ഞങ്ങൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ സമ്മറാണ്, അതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ കൂടുതൽ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റോബർട്ട് അങ്കിളാണ് ഞങ്ങൾക്ക് ആദ്യം തൈ തന്ന് സഹായിച്ചത്. അത് എങ്ങനെയാണ് നടേണ്ടതെന്നും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞത് റോബർട്ട് അങ്കിളാണ്. ഇവിടുത്തെ മണ്ണ് ക്ലേയി മണ്ണ്, സ്റ്റിക്കി മണ്ണായതുകൊണ്ട് ലോൺ മൂവ് ചെയ്യുന്ന പുല്ലൊക്കെ നമ്മൾ കളയാതെ അതൊക്കെ എടുത്ത് ചീച്ചിട്ട് ഇടുക. ഒന്നെങ്കിൽ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് നടാം, അല്ലെങ്കിൽ ഉണക്കിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് അതും നമുക്ക് മിക്സ് ചെയ്ത് നടാം. അപ്പം നന്നായിട്ട് ഉണ്ടാവുമെന്ന് റോബർട്ട് അങ്കിൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. തൈകളൊക്കെ വളരണം കണ്ടിട്ട് ഞങ്ങളുടെ നൈബർ ഞങ്ങൾക്ക് കുറച്ച് തൈയൊക്കെ തന്ന് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾക്കൊരു നല്ല നെയ്ബറിങ് ബന്ധമൊക്കെ ഉണ്ടാക്കാൻ പറ്റി. ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് നട്ട തക്കാളി. ഇത് നല്ലൊരു തക്കാളി തൈയാണ്, കണ്ടോ. ഇതിലൊക്കെ ഇവിടെ തക്കാളിയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞി തക്കാളി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞി തക്കാളി ഉണ്ട്. പിന്നെ ഇത് കൂമ്പുകളിലൊക്കെ ശ്രദ്ധിച്ചറിയാം, പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു തൈയാണ്, ഞങ്ങൾക്ക് ആവശ്യത്തിന് നന്നായിട്ട് തക്കാളി മൂത്തൊക്കെ തുടങ്ങിയ ഒരു തൈയാണിത്. ആദ്യം നട്ട തൈയുമാണ്. അപ്പോൾ കഴിച്ച് നമ്മളിപ്പോൾ കാണുന്നത് ചില്ലിയാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇലയുടെ അടുത്തും ഓരോരോ മുട്ട് വീതം ഉണ്ടായുണ്ട് കേട്ടോ. ചില പൂ വിരിഞ്ഞും തുടങ്ങിയിട്ടുണ്ട് മുട്ട്. എന്തായാലും ഇത് നന്നായിട്ട് വളരുമെന്നാണ് ഏട്ടനാണ് പ്രതീക്ഷ. എന്തായാലും അടിപൊളിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടർഫുൾ ആയിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിനയില ചെടി. ഇത് നല്ല ഭംഗിയായിട്ട് കാണാൻ. ഇത് നമുക്ക് ഒന്ന് എടുത്ത് സ്മെല്ലാക്കി നോക്കാം. നല്ല അടിപൊളി മണം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പംകിൻ ചെടി. അപ്പോൾ ഇത് നട്ടിട്ടാക്കി 1 മാസമായിട്ടുള്ളൂ, പക്ഷെ നന്നായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? പിന്നെ ദേ ഇവിടെ ഒരു പൂവുണ്ട്, കണ്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരു പൂവ് ഉണ്ടായിരുന്നുണ്ട്. അതിൻ്റെ അടിയിൽ മറ്റേ പംകിൻ ചെറുതായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഹെൽത്തിയാണ്, ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.